എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ലത. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, നമ്മുടെ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് പഴുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്നൊരു മഴ പെയ്ത് കുറേ അധികം അങ്ങ് താഴെ പോവുകയും ചെയ്ത്. കണ്ടോ, നല്ല വലിയ ഫ്രൂട്ട്സാണ് വീണ് പാഴായിപ്പോയത്. ഈ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ വായിൽ വയ്ക്കുമ്പോൾ ഭയങ്കര പുളി തോന്നുന്ന ഒരു സാധനമല്ല. പുളി തോന്നുന്നതല്ല, പുളിക്കുന്നതാണ് സ്റ്റാർ ഫ്രൂട്ട്. എന്നാൽ ഇത് നല്ല സ്വീറ്റാണ് കേട്ടോ. ഇത് മധുരമാണെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല. ആദ്യം അവർ ആരെങ്കിലും വരുമ്പോൾ ഒരെണ്ണം പറിച്ച് ഇതാ കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആദ്യം പുറകോട്ടു നിർബന്ധിച്ച് ഇത് ഒന്ന് കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇനിയും താന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ ഈ പഴുത്ത് നിൽക്കുന്നതിനേക്കാൾ അടുത്ത മഴയിലോ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴോ തൊഴിഞ്ഞു പോകാതെ അതിന് മുന്നേ നമുക്ക് വിളവെടുക്കാം. പല പ്രായത്തിലുള്ളത് നിപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറിച്ചത് നല്ല പഴുത്തതാണ് കണ്ടോ. എൻ്റെ കളറ് കണ്ടോ, ഈ കളറ് പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. ഓറഞ്ചിൻ്റെ നിറമില്ലേ, ഓറഞ്ചിൻ്റെ നിറമുണ്ട്, ഓറഞ്ചിനേക്കാളും ടേസ്റ്റുമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഇത് അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ എന്തായാലും അധികമായാൽ അമൃതം വിഷമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏതൊരു സാധനവും നമ്മൾ കണക്കിലധികം കഴിച്ചാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഇതും എന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെ വയററിഞ്ഞ് നമ്മൾ കഴിക്കണം അല്ലേ. ഇതാ ഇത്രയും പറിച്ച് ഇനിയും നിൽപ്പുണ്ട്, ഇതാ അങ്ങോട്ടൊക്കെ നിൽപ്പുണ്ട്. ഇതാ ഇനി നിൽക്കുന്നത് ഇത്രയും കളറായിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. അധികമായാൽ അമൃതം വിഷമാക്കണ്ട. എന്തായാലും ഈ പറിച്ച സ്ഥിതിക്ക് ഒരെണ്ണം നമുക്ക് കഴിച്ചു നോക്കാം. ഇതേ എൻ്റെ കളറ് ഉണ്ടോ, ഞാൻ കഴിക്കാൻ പോവാണ്. എനിക്ക് തരാം. അവക്കൂടെ കൊടുക്കാം. കഴിച്ചോ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ. അപ്പം നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ടിനെ കണ്ടിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് വീഡിയോ അല്ലല്ലോ, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമ്മൾ ഏതൻ തോട്ടത്തിനൊരു പ്രത്യേകതയുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചിരിക്കുന്നത് ഒരുപാട് സ്ഥലത്തൊന്നുമല്ല, വളരെ കുറച്ച് സ്ഥലത്താണ്. ആ മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ഏതൻ തോട്ടം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കുഞ്ഞു സ്പേസിൽ എത്രത്തോളം നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താം എന്നുള്ളത് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.